ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇപ്പോൾ ഒരു ദ്വീപിലാണ് വന്നിരിക്കുന്നത്. ആ ദ്വീപിലെ വിഷ്വൽസൊക്കെ കാണിച്ചു തരാം. ഞാൻ വന്ന വഴി അതാണ്. ഞാൻ ബാക്ക് ക്യാമറ എടുത്ത് ആ ഒരു സ്ഥലത്തിൻ്റെ ഭംഗി കാണിച്ചു തരാം നിങ്ങൾക്ക്. ഇതാണ് ഞാൻ പറഞ്ഞ ദ്വീപ്. എന്ത് മനോഹരമായിരിക്കുന്നല്ലേ. ഇനി അത് ഒരാളുടെ ബാറാണ് ആ കാണുന്നത്. ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ് ആ കാണുന്നത്. അത് ബാറൊക്കെയാണ് അവിടെ. അങ്ങോട്ട് നമുക്ക് അലൗഡ് ഇല്ല, അതുകൊണ്ട് അങ്ങോട്ട് പോകാൻ പറ്റില്ല. ഈ ഭാഗത്ത് മിക്ക ആൾക്കാരും ചെറിയ ചെറിയ ദ്വീപൊക്കെ വലിയ പൈസ കൊടുത്ത് വാങ്ങിച്ചിട്ട് അവിടെ ഒരു ഗസ്റ്റ് ഹൗസൊക്കെ കെട്ടി വല്ലപ്പോഴും കൂടി വന്ന് അവരുടെ ഫ്രണ്ട്സും റിലേറ്റീവ്സായിട്ടൊക്കെ വന്ന് വല്ലപ്പോഴും കൂടി, ചിലപ്പോൾ 6 മാസത്തിലൊരിക്കലായിരിക്കും, അല്ല വർഷത്തിലൊരിക്കലൊക്കെ ആയിരിക്കും. പക്ഷേ കോടികൾ മുടക്കി ഓരോന്ന് ചെയ്തിടും. എന്നിട്ട് അവർ ഫ്രണ്ട്സൊക്കെ ആയിട്ട് വന്ന് അവർ ചിലപ്പോൾ ഒരാഴ്ചയൊക്കെ വന്ന് എൻജോയ് ചെയ്തിട്ട് പോകും. ബാക്ക് ക്യാമറ എടുത്ത് തരാം. എല്ലായിടത്തും തേങ്ങ കൊണ്ട് ഇഷ്ടംപോലെ ചെറിയ തൈത്തെങ്ങൾ പിടിച്ച് ഇപ്പോൾ ആർക്കും ആവശ്യമില്ല. ആയിരക്കണക്കിനാണ് ആ ഫുള്ള് ഈ ഭാഗത്ത് പല സ്ഥലത്തായിട്ടൊക്കെ പിടിച്ച് നിൽക്കുന്നത്. നമ്മളെ സ്ഥലത്തൊക്കെയാണ് ഒരു തേങ്ങ വീണാൽ അത് പറക്ക 1000 പേര് കാണും. 1000 ഒന്നും കാണത്തില്ല, ചുമ്മാ ഇറക്കുന്നത്. മിനിമം 2 തൈക്കളകളെങ്കിലും കാണും. ഇവിടെ അങ്ങനെയല്ല. ഇവിടെ ഈ കാണുന്നതെല്ലാം തൈത്തേങ്ങളാണ്. അങ്ങോട്ട് നിൽക്കുന്നതും ഈ ചെറുതെല്ലാം, ഈ കിടക്കുന്നതെല്ലാം. ഇതൊക്കെ എന്ത് ചെടിയാണെന്നൊന്നും അറിയത്തില്ല, എന്താണെന്നൊന്നും എനിക്കറിയില്ല. തേങ്ങകൾ കിടക്കുന്നുണ്ടോ, ആർക്കും ആവശ്യമില്ല. ഇതിവിടെ കിടന്ന് കുരുത്ത് വെറും വേസ്റ്റായിട്ട് പോവുകയാണ് ചെയ്യുന്നത്. കണ്ടോ, ഇതെല്ലാം നിൽക്കുന്നത്, ഇതൊന്നും നട്ടു വെച്ചേക്കുന്ന സാധനമൊന്നുമല്ല. ഇതെല്ലാം ഇവിടെ വീണ് തനിയെ കുരുത്ത് കിടക്കുന്ന സാധനങ്ങളാണ്. ഇത് ചെന്തെങ്ങിൻ്റെ ആണെന്ന് തോന്നുന്നു, അറിയത്തില്ല. പൊതുവേ ഈ കളറൊക്കെ വരുമ്പോഴത്തേക്ക് എങ്ങനെയാണ്, ഇതൊക്കെ ചെന്തെങ്ങിൻ്റെതാണെന്ന് തോന്നുന്നു. ഈ കിടക്കുന്നതെല്ലാം അങ്ങോട്ട് ഒരുപാട് എല്ലാം നിൽപ്പുണ്ട്. കൈ കൊണ്ട് വേണമെങ്കിൽ അടത്തി തിന്നാം. പക്ഷേ ഇത് അടർത്തിയിട്ടും കാര്യമൊന്നുമില്ല. ഇത് പൊട്ടിക്കണമെങ്കിൽ മെനക്കേടാ. കയ്യിൽ കത്തിയോ കാര്യങ്ങളൊന്നുമില്ല. അതെ, ഇത് കടുംചങ്ങത്തെ എന്തരമൊക്കെ തെങ്ങുകൾ. ഇവിടെ ഫുള്ള് തെങ്ങുകളാണ്. ഇതൊന്നും നട്ടയൊന്നുമല്ല, ഇതൊക്കെ ഇവിടെ കിടന്ന് പിടിച്ചതാണ്, വർഷങ്ങൾ കൊണ്ട് പിടിച്ചത്. അതുകൊണ്ട് ഇഷ്ടംപോലെ തേങ്ങകൾ ഇവിടെ കിടപ്പുണ്ട്. ഇവിടെ ഏതെങ്കിലും അമ്മച്ചിമാർ നമ്മളെ നാട്ടിൻപുറത്ത് കണ്ട അറ്റാക്ക് വന്ന് ചെത്തു പോകും. തേങ്ങകളൊക്കെ വെറും വേസ്റ്റായിട്ടാണ് കിടക്കുന്നത്. നിങ്ങൾക്കത് കാണാം, നോക്ക്. തേങ്ങകൾ കിടക്കുന്ന കിടപ്പ് കണ്ട. കുറേയൊക്കെ കുരുത്തിട്ടുണ്ട്, അതൊക്കെ ഇപ്പോഴും വീണതാണ്. ആ കിടക്കുന്നതൊക്കെ ആയിരിക്കാം. അത് കണ്ടിട്ട് അധികം പഴക്കം തോന്നുന്നില്ല, വെറും വേസ്റ്റാണ് കിടക്കുന്നത്. ഇവിടെ ആർക്കും തേങ്ങ ആവശ്യമില്ല. എല്ലാവരും കടകളിൽ പോയി കഴിക്കുന്ന ആൾക്കാരാണ്. വളരെ കുറച്ച് ആൾക്കാർ മാത്രമേ സ്വന്തമായിട്ട് വെച്ച് കഴിക്കത്തുള്ളൂ. കൂടുതൽ ഇവർക്ക് എൻജോയ്മെൻറ്റാണ് എപ്പോഴും. വെള്ളിയാഴ്ച ആകാൻ വേണ്ടി കാത്തിരിക്കും. വെള്ളി ശനി മാത്രമേ ഉള്ളൂ എൻജോയ്മെൻറ്റ്. ഞായറാഴ്ച രാത്രി കടകൾ തുറക്കത്തില്ല, കടകൾ അടക്കി, ഇവർക്ക് സാധനം കൊടുക്കത്തുമില്ല. കാര്യം തിങ്കളാഴ്ച ഇവർക്ക് ഡ്യൂട്ടിക്ക് ഇറങ്ങണമെന്നുള്ളതുകൊണ്ട്. പക്ഷേ വെള്ളിയാഴ്ചയും ശനിയാഴ്ച രാത്രി 12 മണി വരെ കട കാണും. ഇതെന്താ അല്ല പൈപ്പിൻ്റെ വല്ല സംഭവമായിരിക്കും.
ഇത് കണ്ടിട്ടൊരു മാൻഹോൾ പോലെ തോന്നുന്നു. സംഭവം എന്താണെന്ന് അറിയത്തില്ല. കടലിൻ്റെ ഇരമ്പം കേൾക്കാം എന്ന് വിശ്വസിക്കുന്നു. ഓ ഫോണിപ്പോൾ വെള്ളത്തിൽ പോയേരെ. മീനുണ്ട്, നിറച്ച് മീനുണ്ട്. സൂക്ഷിച്ചാൽ കാണാം, സൂക്ഷിച്ച് നോക്കിയാൽ കാണാം. ഓ ഓ ഓ ഓ വെയിറ്റ്. ഭയങ്കര അഗ്രസീവ് ആണ് കടൽ. ഇതിൽ നിറച്ച് മീനുണ്ട്. എനിക്കത് കാണാൻ പറ്റുന്നുണ്ട്. ചെറിയ മീനുകൾ, ചെറുതെന്ന് വെച്ചാൽ തീരെ ചെറുതല്ല, കൈപ്പത്തിയുടെ വലിപ്പമുള്ള മീനുകളുണ്ട്. പക്ഷെ അത് ഇവിടെ വന്നിട്ട് പോയി അത് കാണാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. നിങ്ങൾ ചിലപ്പോൾ ടി വിയിലൊക്കെ കാണുമ്പോഴത്തേക്കും വലിയ സ്ക്രീൻ ആകുമ്പോഴത്തേക്കും ഒരു പക്ഷേ കണ്ടേക്കാം. ഒരു മീനെങ്കിലും ഇതിൽ പതിഞ്ഞാൽ മതിയായിരുന്നു. എനിക്കൊന്ന് മൊബൈലിൽ കാണുവാണെന്നേ കാണാൻ പറ്റില്ല. ടി വിയിലൊക്കെ കാണുന്നവർക്ക് ഉറപ്പായിട്ട് കാണാൻ പറ്റിയേക്കാം. അതൊരു വലിയ തിരയാണെന്ന് തോന്നുന്നു. ഓ ഓ ഓ ഓ ആ മീൻ. അയ്യോ അയ്യോ. ഒരു മീനെങ്കിലും അയ്യോ. ഒരെണ്ണമെങ്കിലും വാടായി. ക്യാമറ പതിനെ ഞാൻ ക്യാമറ കൊണ്ടുവന്ന് പോകും, അല്ലെങ്കിൽ ഇത് ക്യാമറ ഫുള്ള് വെള്ളമാവും. ക്യാമറ അല്ല, ഫോണ്. എന്തായാലും ടി വിയിൽ കണ്ട ഒരു മീനെങ്കിലും നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഫുള്ളായിട്ട് കാണണം. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണൊക്കെ എനേബിൾ ചെയ്യണം, മറന്നു പോകരുത്. പുതിയ വീഡിയോ ഒക്കെ വരും. തിരക്കാണ്. ഇടയ്ക്ക് ഇതുപോലെ സമയം കിട്ടുമ്പോഴത്തേക്കും വീഡിയോ ഇടാം. നിങ്ങളെൻ്റെ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യണേ, മറന്നു പോകല്ലേ. ഇത് കല്ലൊക്കെ കടലടിച്ച് കുഴി പോലെ വന്ന് കിടക്കുന്നതെന്ന് തോന്നുന്നു. നമുക്ക് ആ മൂലയ്ക്കോട്ട് പോവാം. അവിടെ ആകുമ്പോഴത്തേക്കും ചില മീൻ കാണാൻ ചാൻസ് ഉണ്ട്. അതിനാദ്യം നമ്മൾ താഴെ ഇറങ്ങിയേ പറ്റൂ. വീഡിയോ ലെങ്ത് ഉണ്ടെങ്കിലും അടിച്ച് കളഞ്ഞ് കാണരുത്. പ്രകൃതി ഭംഗി ആസ്വദിക്കുക. ഇതൊക്കെ കടലിൽ ഇത് അടിച്ച് പോളും. ഞാൻ ആദ്യം വിചാരിച്ചത് കോൺക്രീറ്റ് ഇട്ടേക്കാന്ന് വെച്ചാൽ ഇത് കോൺക്രീറ്റ് അല്ല. ഇത് സംഭവം ഇത് കല്ലാണ്. ചെളി പോലത്തെ എന്തോ സംഭവമാണിത്. വേണ്ട, ഇത് കാണുമ്പോൾ അറിയാം. ചെളി പോലത്തെ എന്തോ സംഭവമാണ്. പക്ഷെ അതൊക്കെ കണ്ടിട്ട് എന്തോ ഫില്ലർ പോലൊക്കെ തോന്നുന്നു. എന്താണെന്ന് അറിയത്തില്ല, നമുക്ക് നോക്കാം. ഫോണ് വെള്ളത്തിൽ പോയിരുന്നാൽ മതി. ഞണ്ട് കടൽ ഞണ്ടുകൾ കാണാൻ പറ്റുന്നത് എന്തോ. കടൽ ഞണ്ട് ഇതാണ്ട് അത് പറ്റി പിടിച്ചിരിപ്പുണ്ട്. അതെനിക്കൊന്ന് കറി വയ്ക്കുന്ന ഞണ്ടാന്ന് തോന്നുന്നു. അതെ, കറി വയ്ക്കുന്ന ഞണ്ടാണത്. പക്ഷെ അങ്ങോട്ട് പോകാൻ പറ്റില്ല, സ്ലിപ്പായി വീണ. നേരത്തെ വീഡിയോ പറഞ്ഞിട്ടുണ്ട്, സ്ലിപ്പായി വീണ നോക്കാൻ പോലും ആളില്ല. വണ്ടി ദൂരെ കിടക്കുന്ന സംഭവം. ഇവിടെ ഒന്നും വലുതായിട്ട് ആൾക്കാർ വരുന്ന സ്ഥലമല്ല. ബാക്ക് ക്യാമറ എടുക്കാം. വെറുതെ തേങ്ങകൾ വീണ് ഇഷ്ടംപോലെ കിടപ്പുണ്ട്. കണ്ടോ, ഇതെല്ലാം നിൽക്കുന്നുണ്ട്. തൈത്തങ്ങൾ ഇപ്പുണ്ട് അവിടെ എല്ലാം. ഈ നിൽക്കുന്ന കുറേ വലുതായതെല്ലാം ഇങ്ങനെ തനിയെ കിളിച്ച് വരുന്ന. ഇപ്പം നമ്മൾ കല്ലിൻ്റെ അടുത്ത് എത്തിയിരിക്കുകയാണ്.
കല്ലി കയറണം. തിര വരുന്നതിന് മുമ്പ് ഓടിക്കേറിക്കോ. ഓക്കെ, നമ്മളിപ്പോൾ കല്ലിൻ്റെ മുകളിലോട്ട് കയറി. ഇത് മറ്റേ പവിഴപ്പുറ്റ് പോലെ കുറേ സംഭവങ്ങളുണ്ട്. ഇത് നമ്മളെ നാട്ടിൽ ഈ വളർത്തു മീനൊക്കെ കച്ചവടം ചെയ്യുന്നിടത്ത് ഈ സംഭവമൊക്കെ ഭയങ്കര വിലയായിരിക്കും. എല്ലാട്ടും ഉണ്ട്, ശംഖൊക്കെ ഉണ്ട്. എന്തായാലും ഇത് പോക്കറ്റ് കിടക്കട്ടെ. നീല കളറൊക്കെ വരുന്നു. ഇതാ കിടക്കുന്ന അടുത്തത് നീല മഞ്ഞയൊക്കെ ഉണ്ട്. കൊള്ളാം, ഒന്നും വെറുതെ ആയില്ല. ഇതൊക്കെ ഫിഷ് ടാങ്കിലിട്ടാൽ കാണാൻ നല്ല ഭംഗിയായിരിക്കും. പക്ഷെ എന്ത് ചെയ്യാം, കബഡി നീല കളർ കബഡി അല്ലാതെ വേറെ ശംഖ്. പല ടൈപ്പ് സംഭവങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഇതൊക്കെ ഫിഷ് ടാങ്കിലിടാൻ നല്ല ഭംഗിയായിരിക്കും. ഇതാ കിടക്കുന്നു പറഞ്ഞു. അത് വെള്ള, എല്ലാം പല ടൈപ്പ് കളറാണ്. ഇതൊക്കെ ഫിഷ് ടാങ്ക് വാരിക്കൊണ്ട് പോയാൽ ഇതിൻ്റെ ഇടയിലൊക്കെ വല്ലതും ഉണ്ടോ? തേങ്ങ ഒക്കെ ഉണ്ടായിരുന്ന ഇതിൻ്റെ കല്ലിൻ്റെ മുകളിൽ വെച്ച് ഇടിച്ച് പൊട്ടിച്ചൊക്കെ കഴിക്കായിരുന്നു. ഇവിടെ ഒന്നുമില്ല. ഇതൊക്കെ ഇവിടെ നിന്ന് വേറൊരു ജീവിയെ പേടിക്കണ്ട, വേറെ ഒന്നിനെ പേടിക്കണ്ട. ഇവിടെ നേരെ നോക്കി നടന്നാൽ മതി. സംഭവം സൂപ്പറാണ്. സോളോ ഒന്നും വരുന്നില്ല സംഭവം. ഈ കല്ലൊക്കെ കൊണ്ടുവന്ന് സൂപ്പർ സംഭവങ്ങളാണ്. ഇതൊക്കെ കൊണ്ടുവന്ന് ഫിഷ് ടാങ്കിലിട്ടാൽ സംഭവം ഞെരുപ്പായിരിക്കും. തേങ്ങയൊക്കെ അത് ഒട്ടിയിരിക്കുന്നുണ്ട്. അങ്ങോട്ട് പോകുന്നതിന് റിസ്ക്കാണ്. അങ്ങോട്ട് പോണതിന് റിസ്ക്കാണ്. ഫോൺ കയ്യിൽ നിന്ന് ചിലപ്പോൾ വെള്ളത്തിൽ പോകാൻ പാടുണ്ട്. പോയി കഴിഞ്ഞാൽ കിട്ടത്തില്ല, അതാണ് മെയിൻ പ്രശ്നം. അപ്പോഴേ ഫ്രണ്ട്സ്, അപ്പോൾ ഒരിക്കൽ കൂടി ഞാൻ ഫുള്ള് ഒരു വ്യൂ കാണിച്ചു തരാം. ബാക്ക് ക്യാമറ എടുക്കുന്നു, കണ്ടോ, പയ്യെ എടുക്കാം. കറങ്ങി, ഇതാണ് ഇവിടുത്തെ വ്യൂ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ ഫ്രണ്ട്സ്. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്യണം, മറന്നു പോരുത്. ബൈ ബൈ.